بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد പ്രിയപ്പെട്ട മോമിനികളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ വീഡിയോ 117 താഹ സൂറത്തിൽ നിന്നുള്ള 102-ാമത്തെ ആയത്ത് മുതൽക്ക് എടുക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം يوم ينفخ في الصور ونحشر المجرمين يومئذ زرقا يتخافتون بينهم إن لبثتم إلا عشرا نحن أعلم بما يقولون إذ يقول أمثلهم طريقة إن لبثتم إلا يوما. 3 ആയത്തുകളാണ് ഇപ്പോൾ ഓതി വെച്ചത്. ഇതിൻ്റെ അർത്ഥവും ആശയവും പറയാം. യൗമയുംഫഹു ഊതപ്പെടുന്ന ദിവസം ഫിസ്സൂരി സൂർ എന്ന കാഹളത്തിൽ, വനഹ്ശുറു നാം ഒരുമിച്ച് കൂട്ടുകയും ചെയ്യും അൽ മുജ്രിമീന കുറ്റവാളികളെ, യൗമഇദിൻ അന്നേ ദിവസം, സുർക്കൻ കണ്ണുകൾ നീലനിറമായിട്ടും മുഖം കറുത്തവരായിട്ടും. ഇതിൻ്റെ തഫ്സീറിൽ യൗമ യംഫഹു ഇസ്രാഫീൽ അലൈഹിസ്സലാം ഫിസ്സൂരി സൂറിൽ ഊതുന്ന ദിവസം, അന്നഫ്ഖത്തു സാനിയ 2-ാമത്തെ ഊത്ത്, വനഹ്ശുറുൽ മുജ്രിമീന കുറ്റവാളികളെ നാം ഒരുമിച്ച് കൂട്ടും, ഇലാം അർദിൽ മഹ്ശരി മഹ്ശറ ഭൂമിയിൽ, സുർഖലുയൂനി കണ്ണുകൾ നീലനിറമായിട്ടും, സൂദുൽ വുജൂ മുഖങ്ങൾ കറുത്തിരുണ്ടവരുമായിട്ടും. അപ്പോൾ കുറ്റവാളികൾക്കുള്ള നിലപാട് സ്ഥിതിഗതികളാണ് ഇപ്പോൾ ഈ ആയത്തിൽ പറഞ്ഞത്. കണ്ണുകൾ നീലനിറമാവും, മുഖം കറുത്തിരുണ്ടും, സന്തോഷം തീരെ ഇല്ലാത്ത അവസ്ഥയിലാണ് അവർ മഹ്ശറ ഭൂമിയിൽ സമ്മേളിക്കുക. പിന്നെ ഈ ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറിൽ ഊതിയാലാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുക. സൂറ് എന്ന് പറയുന്ന ഒരു കാഹളം, ഒരു ഊതുന്ന ഒരു വസ്തു, അതെങ്ങനെയാണ് എന്താണ് എന്നുള്ള ഒന്നും നമുക്ക് വിശദമായിട്ട് പറയാൻ പറ്റില്ല. കാരണം സൂറ് ശരിക്കിങ്ങനെ സൂര്യനടുത്ത് നിലകൊള്ളാണ് ഇസ്രാഫീൽ അലൈഹിസ്സലാം. എപ്പോഴാണ് അള്ളാഹുവിൻ്റെ ഓർഡർ വരുന്നെങ്കിൽ അപ്പോൾ ഖിയാമത്ത് നാളിന് വേണ്ടി ഊതിക്കഴിഞ്ഞാൽ ഖിയാമത്ത് നാളായി സംഭവിക്കും. സൂറിൽ ഊതിക്കഴിഞ്ഞാൽ ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരും എല്ലാ ചരാചരങ്ങളും ജീവനുള്ള വസ്തുക്കളും മരണമടഞ്ഞു പോവുകയാണ്. എല്ലാ വസ്തുക്കളും ഒന്നും അവശേഷിക്കില്ല. ഇപ്പോൾ നമ്മളീ പറഞ്ഞ ഊത്ത് 2-ാമത്തെ ഊത്താണ്, എല്ലാവരും ഉയർത്തെഴുന്നേൽക്കുന്ന ഊത്ത്. എന്നിട്ട് മഹ്ശറയിൽ എല്ലാവരും ഒരുമിച്ച് കൂടും. സാലിഹീങ്ങളും സജ്ജനങ്ങളും ദുർജനങ്ങളും എല്ലാവരും ഒരുമിച്ച് കൂടും മഹ്ശറയിൽ. അതിനെ സംബന്ധിച്ചാണ് ഇപ്പറഞ്ഞത്. അപ്പോൾ മഹ്ശറയിൽ ഒരുമിച്ച് കൂടുമ്പോൾ കുറ്റവാളികൾക്കുള്ള സ്ഥിതിഗതി ഇങ്ങനെയൊക്കെയാവും. കണ്ണുകൾ നീലനിറമായിട്ടും മുഖങ്ങൾ കറുത്തിരുണ്ടിട്ടും ആയിരിക്കും അവരുടെ സ്ഥിതിഗതികൾ. എന്നിട്ട് 103-ാമത്തെ ആയത്തിൽ പറയാം, അവര് പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കും. യതഖാഫത്തൂന, അവര് പരസ്പരം രഹസ്യമായി പറയും, പതുക്കെ പറയും. യതഖാഫത്തൂന ബൈനഹും, അവര് പരസ്പരം രഹസ്യമായി പറയും. ഇല്ലബിസ്തും, നിങ്ങൾ താമസിച്ചിട്ടില്ല, ഇല്ല അശ്റ 10 ദിവസമല്ലാതെ. 10 ദിവസമോ 10 രാത്രിയോ, രാത്രിയും പകലും കൂടിയ ദിവസമാണ് 10 എന്ന് പറഞ്ഞത്. 10 രാത്രി എന്ന് പറയുമ്പോൾ പകലും കൂടിയ ഉൾപ്പെടെയുള്ള സമയം. പിന്നെ പകല് എന്ന് അശ്ർ യൗമ് എന്ന് പറയുന്നത് പകലിന് മാത്രമായിട്ട് പറയും, അതല്ല ഇവിടെ ഉദ്ദേശം. അപ്പൊ ഇല്ല ബിസ്തും ഇല്ല അശ്ര 10 ദിവസം.
10 ദിവസം മാത്രമേ ദുന്യാവിലും ഖബറിലും ഒക്കെ കൂടി ജീവിച്ചിട്ടുള്ളൂ എന്ന് പറയും. എത്രയോ ലക്ഷക്കണക്കിന് വർഷങ്ങൾ, മില്യൺ കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞ് ആണ് ഇവിടെ ഈ ഉയർത്തെഴുന്നേൽപ്പ് നടക്കുന്നത്. അപ്പൊ എത്രയോ കാലം മുമ്പ് മരിച്ചു പോയവരും ഒക്കെ ആരാണെങ്കിലും അവർക്ക് എല്ലാം തോന്നുക 10 ദിവസമേ താമസിച്ചിട്ടുള്ളൂ. ഇവര് യഥഹാപത്തൂന ബൈനഹും എന്ന് പറഞ്ഞാൽ അവര് രഹസ്യമായിട്ട് പറയാണ്, മന്ത്രിക്കുക, ഉറക്കെ പറയണില്ല. കാരണം ഖിയാമത്ത് നാളിന്റെ ശദായിദും അഹ്വാലുകളും അവരനുഭവിച്ചുകൊണ്ടിരിക്കുക, പ്രയാസങ്ങളും ഭീകരതകളും ഒക്കെ. ഈ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് സമയം പോയത് അറിയുന്നില്ല, സമയത്തെ പറ്റി അവർക്ക് അറിയുന്നില്ല. അവര് താമസിച്ച കാലഘട്ടം വളരെ ചുരുങ്ങിയ നിലക്കാണ് അവർ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം ഈ പ്രയാസങ്ങളും ഈ ഭീകരതകളൊക്കെ അനുഭവപ്പെടുകയാണ്. അപ്പൊ മറ്റൊന്ന് ചിന്തിക്കാൻ അവർക്ക് കഴിയുന്നില്ല എന്നാണ് തഫ്സീറിൽ പറയുന്നത്. യത്തഹാമശൂന ബൈനഹും, അവര് പരസ്പരം മന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ വളരെ രഹസ്യമായിട്ട്, യസുറു ബഅലുഹും ഇലാ ബഅലിൻ, അവര് പരസ്പരം രഹസ്യമായി പറയാണ്, ഖായിലീന മാ മക്കത്തും ബിദ്ദുന്യ, ദുന്യാവില് നിങ്ങൾ താമസിച്ചിട്ടില്ല, ഇല്ല അശ്റു ലയാലിൻ, 10 രാത്രിയെ താമസിച്ചിട്ടുള്ളൂ. എത്ര രാത്രി, എത്ര മാസങ്ങൾ, എത്ര വർഷങ്ങൾ കഴിച്ചു കൂട്ടിയവരാണ് ദുന്യാവില്. എത്ര എത്ര കാലം താമസിച്ചു. ഇതെല്ലാം അവർക്ക് 10 രാത്രിയായിട്ടാണ് തോന്നുന്നത്. അബു സഊദ് റളിയല്ലാഹു എന്ന് പറയുന്നത് വലിയ മുഫസ്സിറാണ്. ഇസ്തഖ്സറു മുദ്ദത്ത ലബസിഹിം, അവർ താമസിച്ച കാലഘട്ടം അവർക്ക് ചുരുക്കമായിട്ടാണ് അവർക്ക് തോന്നിയത്. ലമ്മ ആയനു അശ്ശദായിദ വൽ അഹ്വാൽ, പ്രയാസങ്ങളും അതിന്റെ ഭീകരതകളും കണ്ടപ്പോൾ. ഇനി 104-ാമത്തെ ആയത്തിൽ നഹ്നു അഅലമു, നമ്മൾക്കറിയാം, ബിമാ യഖൂലൂന, അവര് പറയുന്നത് സംബന്ധിച്ച്. ഇത് യഖൂലു അംസലുഹും തരീഖത്തൻ, ഏറ്റവും നല്ല മാർഗം അവലംബിച്ച ആളുകൾ പറയും, ഇല്ലബിസ്തും, നിങ്ങൾ താമസിച്ചിട്ടില്ല, ഇല്ല യൗമ, ഒരൊറ്റ ദിവസമേ താമസിച്ചിട്ടുള്ളൂ ദുന്യാവില്. ഖബറിലും ദുന്യാവിലും കൂടിയിട്ട് ആകെ താമസിച്ചത് ഒരു ദിവസമാണ്. 10 പോയിട്ട് ഒരു ദിവസമായി. ഇങ്ങനെ പറയുമ്പോൾ ഇതിനെ സംബന്ധിച്ചും നമുക്കറിയാമെന്ന് അല്ല പറയാം. അള്ളാഹു തീർത്ത് പറഞ്ഞിട്ടില്ല ഇവർ ആര് പറയുന്ന ശരിയെന്നോ എത്ര താമസിച്ചിട്ടുണ്ടെന്നോ അല്ല പറയുന്നില്ല. നമുക്കറിയാം ദുന്യാവിൽ എത്ര കാലം താമസിച്ചു എന്നുള്ളത്. അതൊന്നും അവിടെ അവിടെ ഓർമ്മ ഉണ്ടാവില്ല. അവിടെ ഒരു ദിവസം താമസിച്ചു എന്ന് പറയുന്നവര്, പിന്നെ 10 ദിവസമേ താമസിച്ചിട്ടുള്ളൂ എന്ന് പറയുന്നവര്. ഏതായാലും നഹ്നു അഅലമു ബിമാ യതനാജൗന ബൈനഹും, അവര് പരസ്പരം സ്വകാര്യം പറയുന്നത് അള്ളാഹുവിന് അറിയാം. ഇത് യഖൂലു അഖലഹും, അവരിൽ നല്ല മാർഗങ്ങൾ അവലംബിച്ച ആളുകൾ പറയുമ്പോൾ എന്തെന്ന് പറയാ, മാലബിസ്തുമില്ല യൗമൻ വാഹിദൻ, നിങ്ങൾ ഒറ്റ രാത്രിയെ താമസിച്ചിട്ടുള്ളൂ എന്ന്, ഒറ്റ ദിവസമേ താമസിച്ചിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ അതിനെപ്പറ്റി എല്ലാം അള്ളാഹുവിന് അറിയാം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുക ചെയ്തിട്ടുള്ളത്. എത്ര താമസിച്ചു എന്നുള്ളത് അതിനെ സംബന്ധിച്ച് അള്ളാഹു തന്നെ ഒന്നും ഇവിടെ പറയുന്നില്ല. പിന്നെ ഓരോരുത്തർ പറയുന്നത് അപ്പോൾ അവിടെ നടക്കുന്ന സംഭവങ്ങൾ അള്ളാഹു എടുത്ത് പറഞ്ഞു എന്ന് മാത്രം. 105-ാമത്തെ ആയത്തില് യസ്അലൂനക, അവര് നിന്നോട് ചോദിക്കും, യസ്അലൂനക അനിൽ ജിബാലി ഫഖുൽ യൻസിഫുഹാ റബ്ബി നസ്ഫാ. യസ്അലൂനക, ജനങ്ങൾ നിന്നോട് ചോദിക്കും, റസൂലിനോട് പറയാം, അനിൽ ജിബാലി, പർവ്വതങ്ങളുടെ അവസ്ഥയെ സംബന്ധിച്ച്. ഖിയാമത്ത് നാളിൽ പർവ്വതങ്ങൾക്ക് എന്താ സംഭവിക്കുക, എന്തുണ്ടാവുക, അത് അങ്ങനെ നിൽക്കുകയാണോ അല്ല നശിപ്പിക്കുമോ എന്നൊക്കെയാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ നീ പറയണം, നബിയോട് പറഞ്ഞു കൊടുക്കുകയാണ്, പറയണം വേണ്ടിയിട്ട്, യൻസിഫുഹ, അതിനെ ചിന്ന ഭിന്നമാക്കും, ആകെ തരിപ്പണമാക്കും. റബ്ബി, എൻ്റെ റബ്ബ്, യൻസിഫുഹ, ആകെ തരിപ്പണമാക്കും. അപ്പൊ തരിപ്പണമാക്കുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുക? തരിപ്പണമായിട്ട് അത് ചിന്ന ഭിന്നമായി ഈ കാണുന്ന ഘടന മാറും. ഇതിൻ്റെ പർവ്വതങ്ങളുടെ അങ്ങനെ മാറുമ്പോൾ അത് വെറും മണലായിത്തീരും, മണൽ പോലെ ആയിത്തീരും.
മണല് പോലെ ആയിത്തീരും. അങ്ങനെ മണൽ പോലെ ആവുമ്പോൾ പിന്നെ അതിൻ്റെ ശക്തിയായ കാറ്റടിച്ച് വീശുമ്പോൾ ആ മണൽത്തരികളൊക്കെ ഇങ്ങനെ പറന്നു പോകും. അപ്പോൾ ഈ പർവ്വതങ്ങളൊക്കെ കാറ്റിന് പറന്നു പോവുക എന്ന് പറഞ്ഞത് ശരിയായി. മണലായി രൂപാന്തരപ്പെടും പർവ്വതങ്ങൾ. എന്നിട്ട് ആ മണലിനെ കാറ്റ് വീശിയിട്ട് കാറ്റിന് അതൊക്കെ പറന്നു പോകും. ഇങ്ങനെയുള്ള അവസ്ഥയിലെത്തും പർവ്വതങ്ങൾ. യസ്അലൂനക ഹാലിൽ ജിബാലി യൗമൽ ഖിയാമ, അതിന്റെ തഫ്സീർ വായിക്കാം. ഖിയാമത്ത് നാളിൽ പർവ്വതങ്ങളുടെ അവസ്ഥയെ സംബന്ധിച്ച് ജനങ്ങൾ നിന്നോട് ചോദിക്കും, റസൂലിനോട് ചോദിക്കും എന്നാ പറയുന്നത്. അപ്പോൾ അവരോട് പറയണം ഇന്ന റബ്ബി, എന്റെ രക്ഷിതാവ് യുഫത്തിത്തുഹാദിനെ ആകെ തരിപ്പണമാക്കും, കർറംലി മണൽ പോലെയായി തീരും അത്. സുമ്മ യുർസിലുർ-റിയാഹ, പിന്നെ കാറ്റ് അടിച്ചു വീശുമ്പോ യുതയ്യിറുഹ, അങ്ങനെ കാറ്റിന് അത് പറന്നു പോകും. അപ്പോൾ പർവ്വതങ്ങൾ പറന്നു പോകും എന്നുള്ളത് പറയാം. ഈ ഖാരിയ സൂറത്തിൽ പറഞ്ഞിട്ടുണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽ ഖാരിയതു മൽ ഖാരിയ വമാ അദ്റാക മൽ ഖാരിയ യൗമ യകൂനുൻ നാസു കൽ ഫറാശിൽ മബ്സൂസ് വതകൂനുൽ ജിബാലു കൽഇഹ്നിൽ മൻഫൂഷ്. തക്കൂനുൽ ജിബാലു കൽഇഹ്നിൽ മൻഫൂഷ്, ആടിന്റെ കടഞ്ഞെടുത്ത രോമം പോലെ ആയിത്തീരും പർവ്വതങ്ങൾ എന്നാ പറഞ്ഞത്. തക്കൂനുൽ ജിബാലു, പർവ്വതമായിത്തീരും കൽഇഹ്നിൽ മൻഫൂഷ്, ആടിന്റെ കടഞ്ഞെടുത്ത രോമം പോലെ ആയിത്തീരും. കാറ്റ് വീശുമ്പോൾ അതൊക്കെ ധൂളിയായി പോവാലോ രോമങ്ങളൊക്കെ, ഇതുപോലെ ആയിത്തീരും പർവ്വതങ്ങൾ. അപ്പോ ഖാരിയ സൂറത്തിൽ പറഞ്ഞതാണ്. യസ്അലൂനക അനിൽ ജിബാലി ഫഖുൽ യൻസിഫുഹാ റബ്ബി നസ്ഫ. ഈ ആയത്തിൽ പറഞ്ഞത് പർവ്വതങ്ങളെ ഛിന്ന ഭിന്നമാക്കും എൻ്റെ റബ്ബ് എന്ന് പറഞ്ഞു. ഇനി 106-ാമത്തെ ആയത്തിൽ പറയുന്നത് ഫയദറുഹാ ഖാഅൻ സഫ്സഫാ ലാ തറാ ഫീഹാ ഇവജൻ വലാ അംതാ. 6ഉം 7ഉം ആയത്തുകളാണ്. 106ഉം 107ഉം ആണ് ഇപ്പൊ പറഞ്ഞത്. ഫയദറുഹ, അങ്ങനെ അതിനെ അല്ലാഹു തആല മാറ്റും. ഖാഅൻ സഫ്സഫൻ, ഖാഅൻ സഫ്സഫാ, വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഭൂമിയാക്കി മാറ്റും. സഫ്സഫ, നല്ല ലെവലായ ഭൂമിയാവും. വളരെ സ്മൂത്തായിട്ട് മിനുസമുള്ള ഭൂമിയാവും. ഫയത്റുക്കുഹ, അതിനെ അല്ലാഹു തആല മാറ്റിമറിക്കും. മർദൻ മൽസാ, മിനുസമുള്ള ഭൂമിയാക്കി മാറ്റും. മുസ്തവിയത്തൻ, അത് തന്നെ ലെവലുള്ള ഭൂമിയായിട്ട്, വളരെ സമമായിട്ട്. ലാ നബാത്ത ഫിഹാ വലാ ബിനാ, അതില് മരങ്ങളില്ല, സസ്യാദികളില്ല, ബിൽഡിങ്ങുകളില്ല, അങ്ങനെയുള്ള ഭൂമിയാക്കി മാറ്റും. എന്നിട്ടോ 107-ാമത്തെ ആയത്തിൽ അതിൽ നീ കാണുകയില്ല, ലാ തറ, നീ കാണുകയില്ല, ഫിഹ, ആ ഭൂമിയിൽ, ഇവജൻ, ഒരു താഴ്ന്ന പ്രദേശമോ വലാന്ത, ഉയർന്ന പ്രദേശമോ കാണില്ല. കയറ്റിറക്കം തീരുണ്ടാവില്ല. അങ്ങനെയുള്ള അതിൽ ബിൽഡിങ്ങുകളില്ല, വൃക്ഷങ്ങളില്ല, ഒന്നുമില്ലാതെ എല്ലാം സമമായി കിടക്കുന്ന ഭൂമി. ഒരു തരത്തിൽ നോക്കിയാൽ അങ്ങേയറ്റം വരെ ദൃഷ്ടി നോട്ടം എത്താവുന്ന നിലക്ക് വളരെ സമമായി, ഒരു മറയുമില്ലാത്ത അങ്ങനത്തെ ഭൂമിയാണ് മഹ്ശറ. ഈ മഹ്ശറയിൽ എന്നെ സംബന്ധിച്ചാണ് പറഞ്ഞത്, മഹ്ശറ ഭൂമി വളരെ ലാ തറാ ഫീഹാ ഇൻഖിഫാദൻ വലാ ഇർതിഫാഅൻ, അതില് താഴ്ന്ന പ്രദേശമോ ഉയർന്ന പ്രദേശമോ ഇല്ലാതെ, യാതൊരു കയറ്റിറക്കവും ഇല്ലാതെ നിനക്ക് കാണാൻ കഴിയും. അന്ന് യൗമൈദിൻ, അന്ന് ആ ഖിയാമത്ത് നാളില്, യത്തബിഉന, ജനങ്ങള് കൂടെ പോകും. അദ്ദാഇയ, വിളിക്കുന്നവന്റെ കൂടെ, വിളിക്കുന്നവനെ പിന്തുടരും. ഒരാള് വിളിക്കുന്നുണ്ടാവും ആശറയിലേക്ക്, അവനെ പിന്തുടരും.
ലാ ഇവജലഹു, യാതൊരു ആ, ഒരു ഇതിൽ നിന്ന് തെറ്റിപ്പോകുന്ന അവസ്ഥയിലല്ല. വിളിച്ചവരൊക്കെ പിന്തുടരും ഈ വിളിച്ച ആളെ. വഹശായത്തിൽ സ്വാത്തു ലാ ഇവജലഹു, ഒരാളും തെറ്റിപ്പോകില്ല. വഹശായത്തിൽ സ്വാത്തു, ശബ്ദങ്ങളെല്ലാം കീഴടങ്ങും. ലിർറഹ്മാന്, റഹ്മാനായ അള്ളാഹുവിന് ഒരു ശബ്ദം കേൾക്കില്ല എന്നർത്ഥം. ഒരു ശബ്ദം കേൾക്കില്ല. എത്രയോ കോടി ആളുകൾ ഒരുമിച്ച് കൂടുന്ന സദസ്സാണ് മാഷറ എന്ന് പറഞ്ഞാൽ. അവിടെ ഒരാളുടെ ശബ്ദം കേൾക്കില്ല. നമ്മളുടെ ഈ ജീവിതത്തിൽ, ഈ ഐഹിക ജീവിതത്തിൽ ഒരു 4 ആൾ കൂടിയാൽ, 2 ആൾ കൂടിയാൽ അവിടെ ശബ്ദം, ഒരു 4 ആൾ കൂടിയാൽ അവിടെ വീണ്ടും ഉയർന്ന ശബ്ദങ്ങൾ കേൾക്കാം, സംസാരിക്കുന്നതും മറ്റുമൊക്കെ. പിന്നെ ഒരു 10 ആൾ കൂടിയാൽ പിന്നെ പറയാനുമില്ല. കല്യാണത്തിനാണെങ്കിൽ പിന്നെ പറയാനുമില്ല. മണ്ഡപത്തിൽ കൂടിയ ആളുകൾ തെക്കും തിരക്കാവും, ഭയങ്കര ശബ്ദ കോലാഹലങ്ങളാവും. അപ്പൊ ഇങ്ങനെയുള്ള ഈ മഹ്ശറ സഭ എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് ആളുകൾ കൂടുന്ന സ്ഥലം. കോടാനക്കോടി ആളുകൾ കൂടുന്ന ഈ സദസ്സിൽ ഒരാളുടെ ഒരു ശബ്ദം പോലും കേൾക്കുന്നില്ല. നേരത്തെ പറഞ്ഞ ഒരു സ്വകാര്യം പറയാണ്, മന്ത്രിക്കുകയാണ് എന്നത്. യത്തഹാഫത്തൂന ബൈനഹും ഇല്ലബിസ്തുമില്ല ആശത. എന്നിട്ട് അവര് പറയുന്നത് 10 ദിവസമേ താമസിച്ചിട്ടുള്ളൂ ദുന്യാവില്. ഖബറിലും ദുന്യാവിലും കൂടിയിട്ട് എത്ര കാലം താമസിച്ചിട്ടുള്ളത്? 10 ദിവസം. വേറെ ചിലര് പറയുന്നത് 1 ദിവസമേ താമസിച്ചിട്ടുള്ളൂ എന്ന്. ഇത് പറയുന്നതൊന്നും ഉറക്കെ പറയുന്നില്ല, അതൊക്കെ മന്ത്രിക്കുന്ന ശബ്ദ. അത്രയും ശബ്ദത്തിലാണ് കേൾക്കുന്നത്. ഇവിടെ കേൾക്കുന്നത് ഖശായത്തുള്ള സ്വാത്തു ലിർറഹ്മാനി ഫലാ തസ്മഉ ഇല്ലാ ഹംസാ. ശബ്ദങ്ങളെല്ലാം അള്ളാഹുവിന് കീഴടങ്ങിപ്പോയി. ആരും അവിടെ ശബ്ദിക്കുന്നില്ല, ഒരു ശബ്ദവുമില്ല. അവിടെ കേൾക്കുന്നത് ഫലാ തസ്മഉ, നിനക്ക് കേൾക്കാൻ കഴിയില്ല, ഇല്ലാ ഹംസ, വളരെ മാന്ത്രിക ശബ്ദം പോലെയുള്ളതാണ്. അങ്ങനെയുള്ള ശബ്ദമാണ് കേൾക്കുന്നത്. അപ്പോ വലിയ ആശ്ചര്യം തന്നെ അത്. ഈ ലോകത്തുള്ള കോടാനക്കോടി മനുഷ്യർ കൂടിയിട്ട് ഒരു ശബ്ദം പോലും കേൾക്കാത്ത സദസ്സായി മാറുക. എല്ലാം അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് അവിടുത്തെ ആ മഹ്ശറയിലെ ഭീകരതയും പ്രയാസങ്ങളും അനുഭവപ്പെട്ടത് കൊണ്ട് ഒക്കെയാണ് ഈ ഒരാൾക്കും ഒന്നും മിണ്ടാൻ കഴിയാതെ ആവുന്നത്. അതുകൊണ്ടാണ് കാലഘട്ടം പോലും, ദുന്യാവിൽ താമസിച്ച കാലഘട്ടം പോലും ശരിക്ക് ഓർമ്മയില്ലാത്തൊരവസ്ഥ അവിടെ വന്നുവെങ്കിൽ പിന്നെ ആർക്ക് എന്താണ് അവിടെ മിണ്ടാൻ പറ്റുക, എങ്ങനെ ശബ്ദം ഉണ്ടാവുക എന്നുള്ളതാണ് ചിന്താവിഷയം. അപ്പോൾ യൗമഇദിൻ ഒന്നുകൂടി അർത്ഥം പറയാം. യൗമഇദിൻ യത്തബിഊന അദ്ദാഇയ ലാ ഇവജ ലഹു വഖശഅത്തിൽ അസ്വാതു ലിർറഹ്മാനി ഫലാ തസ്മഉ ഇല്ലാ ഹംസ. യൗമഇദിൻ, ആ ഖിയാമത്ത് നാളിൽ, യത്തബിഊന കൂടെ പോകും, അദ്ദാഇയ വിളിക്കുന്നവന്റെ കൂടെ പോകുന്നതാണ്, അല്ലെങ്കിൽ വിളിക്കുന്നവനെ പിന്തുടരുന്നതാണ്. ലാ ഇവജ ലഹു, ആരും തെറ്റിപ്പോവുകയില്ല. വഖശഅത്തിൽ അസ്വാതു ലിർറഹ്മാൻ, ഖശഅത്തിൽ അസ്വാതു ശബ്ദങ്ങൾ കീഴടങ്ങിക്കഴിയും. ലിർറഹ്മാനി, റഹ്മാനായ അല്ലാഹുവിന്. ഫലാ തസ്മഉ, അപ്പോൾ നീ കേൾക്കുകയില്ല, ഇല്ലാ ഹംസ, ഒരു ഹംസല്ലാതെ. ഹംസ് എന്ന് പറഞ്ഞാൽ ഇബ്നു അബ്ബാസ് പറഞ്ഞത് ഈ പാദങ്ങൾ നിലത്ത് ടച്ച് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ശബ്ദമല്ലാതെ ഒരു ശബ്ദം കേൾക്കില്ല എന്നാണ് ഹംസ്. മാന്ത്രിക ശബ്ദം എന്ന് പറഞ്ഞാൽ ആ ശബ്ദം തന്നെ ഈ നടക്കുന്ന ജനങ്ങളുണ്ടല്ലോ, മഹ്ശറയിലേക്ക് പോകുന്ന ആളുകൾ, ഇവരുടെ പാദങ്ങൾ നിലത്ത് ടച്ചാവുമ്പോൾ ഉണ്ടാവുന്ന ശബ്ദമാണ്, അതല്ലാതെ ഒന്നും കേൾക്കില്ല എന്ന്. അപ്പോൾ ഒരൊറ്റ ശബ്ദം കേൾക്കില്ല. സുബ്ഹാനല്ലാഹ്, എന്തൊരാശ്ചര്യമാണ്! ഈ കോടാനക്കോടി, നേരത്തെ പറഞ്ഞതുപോലെ കോടാനക്കോടി ജനങ്ങൾ ഒരുമിച്ച് കൂടിയ സദസ്സിൽ ഒരു ശബ്ദം പോലും കേൾക്കാത്ത വിധത്തിലാണ് മഹ്ശറ. അപ്പൊ 108 ആയത്തുകളാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഇനി അടുത്ത വീഡിയോയിൽ ഇൻഷാ അല്ലാഹ് 109 മുതൽക്ക് അടുത്ത വീഡിയോയിൽ എടുക്കാം. ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.